നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഭരണാധികാരികൾ, ആ ഭരണാധികാരികളുടെ ഏറ്റവും അടുത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് ഭരണാധികാരികൾ എടുക്കുന്ന നിലപാടുകൾ. എന്നാൽ ഇസ്ലാമിനൊരു നേതാവുണ്ട്. ആ പ്രവാചകൻ നീതിയുക്തമായ സമത്വമായ നിലപാട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. മുതലാളി കട്ടാലും ശരി, തൊഴിലാളി കട്ടാലും ശരി, എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ പോലും ഞാൻ അവളുടെ കൈ മുറിക്കും. ഇതാണ് സമത്വം. എല്ലാവർക്കും നീതിയിൽ ഒരേ രൂപത്തിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട, മനുഷ്യർ മുഴുവൻ ശ്രദ്ധിക്കേണ്ട വലിയൊരു അധ്യാപനത്തെ കാണാൻ കഴിയും. സമത്വം എന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട, ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു ആദർശമായി നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലെ ഏതെങ്കിലും ചില വിഭാഗങ്ങൾ ബോധപൂർവം മനുഷ്യർക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില വർഗീയ ധ്രുവീകരണങ്ങൾ കേരള മണ്ണിൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിസ്ഥാനപരമായി ഇല്ലാതാക്കുക എന്നതാണ് കേരള ജനതയ്ക്ക് ഏറ്റവും നന്മയായി വർത്തിക്കുന്നത്. അവിടെ ഇസ്ലാമിൻ്റെ അധ്യാപനം വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇസ്ലാം വർഗീയതയും ഇത്തരം തീവ്രവാദ ചാപ്പകുത്തലും എല്ലാത്തിനും മറുപടിയായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ നമ്മളൊന്ന് ഒരാവർത്തി പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വ്യത്യസ്തമായ അവസ്ഥകളെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് ഈ രൂപത്തിൽ സംവിധാനിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. യാ അയ്യുഹൽ നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചിട്ട്, ഇന്നാ ജഅൽനാക്കും മിൻ ദക്കരിൻ വ ഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ച്, ആ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? ആണും പെണ്ണുമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ആണിനെയും സൃഷ്ടിച്ചു, പെണ്ണിനെയും സൃഷ്ടിച്ചു. വജഅൽനാക്കും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ ഗോത്രങ്ങളാക്കിയിട്ടുണ്ട്. ഖബായിലുകളും ഗോത്രങ്ങളുമാക്കി അല്ലാഹു നിശ്ചയിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? തിരുവനന്തപുരത്തുള്ള ആളുകളെ അവരുടെ സംസാരം കേട്ടാൽ തന്നെ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയും. മംഗലാപുരത്ത് പോയാൽ നമുക്ക് വേറെ തന്നെ ഭാഷയാണ്. അപ്പോൾ ഭാഷകൾ വ്യത്യാസപ്പെടുന്നത് ആ നാടിനെയും കൂടി തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെ അവരുടെ ഒരുപക്ഷെ ശൈലിയിലും അവരുടെ രൂപത്തിലും എല്ലാം നമുക്ക് വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ചില മുഖ രൂപങ്ങൾ കണ്ടാൽ തന്നെ ചൈനീസും അതുപോലെ തന്നെ ജപ്പാനുമെല്ലാം അവരുടെ മുഖം കണ്ടാൽ തന്നെ ഏത് നാട്ടുകാരാണെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് പറയുമ്പോൾ ലിതആറഫു, പരസ്പരം വർഗീയത പറഞ്ഞിട്ടും ജാതീയത പറഞ്ഞിട്ടും മാറ്റി നിർത്താനല്ല, മറിച്ച് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ അവിടെ തീവ്രവാദം കുത്തിവെക്കുവാനോ അല്ലെങ്കിൽ വർഗീയതയുടെ വിഷം ചീറ്റാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് പരസ്പരം തിരിച്ചറിയാൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്നറിയോ? നിങ്ങളിൽ ഏറ്റവും ആദരണീയരാരാണ്? അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തീവ്രവാദത്തിൻ്റെ വക്താവുക? അല്ലാഹുവിനെ കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ മതനിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നതാണല്ലോ. അവിടെ അല്ലാഹുവിൻ്റെ മതനിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതിൽ സമത്വമുണ്ട്. നീതിപൂർവമായ ജീവിതം നയിക്കണമെന്നാണ്, സത്യസന്ധമായ ജീവിതം നയിക്കണമെന്നാണ്. ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നാണ്. തൻ്റെ നാവിൽ നിന്നും തൻ്റെ ശരീരത്തിൽ നിന്നും മറ്റുള്ളവൻ നിർഭയത്വമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവനെ വിശ്വാസി എന്ന് വിളിക്കാൻ കഴിയുക എന്നെല്ലാം പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായിക്ക് എങ്ങനെയാണ് ഒരു തീവ്രവാദിയാകാൻ, അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണങ്ങൾ നടത്താൻ എങ്ങനെ കഴിയും? ഒരു മുസ്ലിം ഒരിക്കലും വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നവരല്ല. വർഗീയ ധ്രുവീകരണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നയാളുകളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഒരു നിലക്കും നിങ്ങളോട് വ്യക്തിപരമായിട്ട് നമ്മൾ വിയോജിക്കുന്നില്ല. അതേസമയം നിങ്ങൾ പറയുന്ന ആശയങ്ങളും നിങ്ങൾ പറയുന്ന ഈ വർഗീയ വിഷം തുപ്പലും അതിന് വിയോജിപ്പ് ശക്തമായി നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ സംസാരത്തിൽ 1.25 ലക്ഷം വരുന്ന സ്വഹാബത്ത് മുന്നിൽ നിൽക്കുകയാണ്. അവിടെ മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും ഉന്നഗതിയിൽ നിൽക്കുന്ന ചില
അധ്യാപനങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നും മനുഷ്യാവകാശ ലംഘനങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യാവകാശം എന്താണ്, മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും ടോപ്പ് നിയമങ്ങൾ, ചില ചിന്താധാരകൾ ഇസ്ലാം നമുക്ക് പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ രക്തവും അഭിമാനവും അവൻ്റെ സമ്പത്തും എല്ലാം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമാണ് ഹജ്ജ് എന്നത്. ആ ഹജ്ജ് നിർവഹിക്കുന്ന സ്ഥലങ്ങൾ പുണ്യമുള്ള സ്ഥലങ്ങളാണ്. ആ മാസവും അള്ളാഹു പുണ്യമാക്കിയ മാസമാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഈ മാസത്തിനേക്കാൾ, ആ പുണ്യമുള്ള മാസത്തേക്കാൾ അവർ ഹജ്ജിന് വേണ്ടി സമ്മേളിച്ച അറഫ മൈതാനി എന്നത് പുണ്യമുള്ള സ്ഥലമാണ്. ആ പുണ്യമുള്ള സ്ഥലത്തേക്കാൾ, കഅബാലയത്തേക്കാൾ നിങ്ങൾക്ക് പവിത്രമായിട്ടുള്ളത് മറ്റുള്ളവരുടെ രക്തവും മാംസവും ഒക്കെയാണ്. അതുകൊണ്ട് അനാവശ്യമായി ആരുടെയും സമ്പത്തിനെ അപഹരിക്കാൻ പാടില്ല എന്നും ഒരാളെയും കൊല്ലാൻ പാടില്ല എന്നും ആരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. കൊലയും അതുപോലെ തന്നെ സമ്പത്തിനെ അപഹരിക്കലും വഞ്ചിക്കലും പറ്റിക്കലും ഒക്കെ മാറ്റി നിർത്തിയാൽ ഇവിടെ ഏറ്റവും നിസാരമെന്ന് നമ്മൾ കരുതുന്ന അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സംഗതി പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ തത്വങ്ങൾ, നീതിയുക്തമായ സമത്വങ്ങൾ ഇതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് തൗഹീദ് എന്നത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളും കൂടി ഇല്ലാതെ ഒരിക്കലും ഒരു പൂർണ്ണമായ വിശ്വാസിയാകാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ സമത്വം ഇസ്ലാം വളരെ പ്രധാനമായ കാര്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആരാധന വിഷയങ്ങളിൽ സമത്വമുണ്ട്, അതുപോലെ തന്നെ നീതിയുടെ വിഷയത്തിൽ സമത്വമുണ്ട്. വിശ്വാസരംഗത്തും ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്നിടത്തൊക്കെ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ജനങ്ങളെ വിളിക്കുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും എന്നാണ്. കണ്ടോ, ആരാധനയിൽ ഒരു സമത്വം കൊണ്ടുവരാൻ അള്ളാഹു പഠിപ്പിക്കുന്നു. നിങ്ങൾ സൃഷ്ടിച്ചവനായ റബ്ബ്, അപ്പോൾ സ്രഷ്ടാവ് ഏകനാണ് എന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതുമെന്നെല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരാധനയിലൊരു ഏകത്വം, അതുപോലെ തന്നെ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന വിഷയത്തിൽ കൃത്യമായ സമത്വവും പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലോ? ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നിസ്കാരത്തിൽ സമത്വമുണ്ട്. അവിടെ നിസ്കരിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന സൊഫിൽ നിൽക്കുന്നവർ പണക്കാരനും പാവപ്പെട്ടവനുമുണ്ട്, അടിമകളുണ്ട്, ഉടമകളുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രജകളുമുണ്ട്. എല്ലാവരും ഒരേ സൊഫിൽ ഒരേപോലെ അണിനിരന്ന് നിസ്കരിക്കുന്നു. അവരുടെ നിസ്കാരത്തിൻ്റെ രൂപവും ഒന്നാണ്. ഇനി ഹജ്ജിൻ്റെ വേളയിൽ, ഹജ്ജിൻ്റെ ഉംറയുടെ ഇബാദത്തിൽ പുരുഷന്മാർ അണിഞ്ഞു നിൽക്കുന്ന വസ്ത്രം ഒന്നാണ്, ഒരേ രൂപത്തിലാണ്. അവർ ഉരുവിടുന്ന വാക്കുകളൊന്നാണ്. ഇവിടെയെല്ലാം ഇബാദത്തിൻ്റെ വിഷയത്തിൽ പോലും ഇസ്ലാം സമത്വം പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, സമത്വം എന്നത് ഇസ്ലാം വലിയ മൂല്യങ്ങളുള്ള കാര്യമായി കൊണ്ടാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നീതിയുടെ വിഷയത്തിൽ പോലും സമത്വമുണ്ടാകണം. ഒരു അമുസ്ലിമാണ് എന്നതുകൊണ്ട്, ഒരു ക്രൈസ്തവനാണ്, ഒരു ഹൈന്ദവനാണ് എന്നതുകൊണ്ട് അവിടെ നീതി പാലിക്കാതിരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. ഇസ്ലാം അവിടെ പോലും നീതി പാലിക്കണമെന്നാണ്, സമത്വം ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ഭരണാധികാരികൾ, ആ ഭരണാധികാരികളുടെ ഏറ്റവും അടുത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അവരെ സംരക്ഷിക്കുക എന്നതാണ് ഭരണാധികാരികൾ എടുക്കുന്ന നിലപാടുകൾ. ഭരണാധികാരികളുടെ ഏറ്റവും ആ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവർ, അവരെ സംരക്ഷിക്കുക, അവരെന്തു തോന്നിവാസം ചെയ്താലും അവരെ സംരക്ഷിക്കുക എന്ന, നിയമത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരായവരെ നിയമത്തിൽ നിന്ന് സംരക്ഷിച്ച് കാവലാളാവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നേതാക്കന്മാർക്കുള്ളത്. എന്നാൽ ഇസ്ലാമിനൊരു നേതാവുണ്ട്, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ നീതിയുക്തമായ സമത്വമായ നിലപാട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ആര് എന്ത് ചെയ്താലും എല്ലാവർക്കുമുള്ള ശിക്ഷ ഒന്നു തന്നെയാണ്. കട്ടവൻ എന്നത് അത് മുതലാളി കട്ടാലും ശരി, തൊഴിലാളി കട്ടാലും ശരി, കൈവെട്ടണമെന്നത് ഇസ്ലാമിൻ്റെ സമത്വമുള്ള നിലപാടാണ്, നീതിയുക്തമായ നിലപാടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ശുപാർശയുമായി കൊണ്ട് ഒരു സഹാബി വരുന്നുണ്ട്. നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്, ഉന്നത കുലജാതയായ പെണ്ണ്. ആ പെണ്ണ് ഒരു സാഹചര്യത്തിൽ കളവ് നടത്തി. കൈവെട്ടണമെന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്.
വലിയ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ്. ആ പെണ്ണിൻ്റെ കൈവെട്ടുക എന്നത് ആ കുടുംബത്തിന് തന്നെയും ആ ഗോത്രത്തിന് തന്നെയും മോശപ്പേരുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇളവുണ്ടാകണം എന്നു പറഞ്ഞ് ഇസ്ലാമിൻ്റെ നിയമത്തിനെ ഒന്ന് ഇളവ് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിൽ വരുന്ന സമയത്ത് പ്രവാചകൻ തിരിച്ചു പറഞ്ഞു കൊടുത്തത്, എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ പോലും ഞാൻ അവളുടെ കൈ മുറിക്കും. ഇതാണ് സമത്വം. എല്ലാവർക്കും നീതിയിൽ ഒരേ രൂപത്തിലാണ്. പ്രവാചകൻ്റെ മകൾ എന്ന പ്രത്യേകത കൊണ്ട് അവർക്ക് ഇളവ് കൊടുക്കുന്ന സാഹചര്യമില്ല. സമത്വം എന്നത് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നീതിയുടെ വിഷയത്തിൽ, വിധിയുടെ വിഷയത്തിൽ, നിയമത്തിൻ്റെ മുമ്പിൽ ഇസ്ലാം കൃത്യമായ സമത്വം പഠിപ്പിക്കുന്നു. ആരാധനയുടെ മുമ്പിൽ ഇസ്ലാം കൃത്യമായ സമത്വമാണ് പഠിപ്പിക്കുന്നത്. ആരാധനയിൽ വിശ്വാസത്തിൻ്റെ രംഗത്ത് പോലും ഏകനായ സൃഷ്ടാവിലേക്കാണ് എല്ലാ ആളുകളെയും വിളിക്കുന്നത്. അവിടെ ഇന്ന ഗോത്രത്തിലെ ദൈവമെന്നോ ഇന്ന നാട്ടിലെ ദൈവമെന്നോ അങ്ങനെ ഒന്നും ഇസ്ലാം പ്രത്യേകമായി ആളുകളെ ക്ഷണിക്കുന്നില്ല. മറിച്ച് ഇസ്ലാം ക്ഷണിക്കുന്ന വിശ്വാസത്തിൻ്റെ സമത്വം എന്നത് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. അവിടെയും സമത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നമ്മുടെ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ആശയധാരകളിലേക്ക് ആളുകൾ ഒന്ന് കണ്ണോടിച്ച് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. വിമർശകർ പ്രത്യേകിച്ച് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമിൻ്റെ ശരിയായ വശങ്ങൾ പഠിക്കാനുള്ള സമയങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാൽ ഇത്തരം വിമർശനങ്ങളിൽ നിന്ന് മാറി ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരും എന്നതിൽ നമുക്ക് സംശയമില്ല. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.